ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാമിസ് ടൈനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ആവോലിയാണ് പൊള്ളിക്കുന്നത്. നിങ്ങൾക്ക് കരിമീനോ ഏത് മീനാണെങ്കിലും ഇതേ റെസിപ്പി ഉപയോഗിച്ച് തന്നെ പൊള്ളിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പൊള്ളിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മീഡിയം സൈസിലുള്ള ആവോലി എടുത്തിട്ടുണ്ട്. മീൻ പൊള്ളിക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു മീഡിയം സൈസിലുള്ളത് എടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് വലുതൊക്കെ എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുക മീഡിയം സൈസിലുള്ള മീൻ എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്കിനി മീനൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ കത്രിക ഉപയോഗിച്ചാണ് മീൻ മുറിച്ചെടുക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ മുറിക്കുന്നത്. പലരും പല രീതിയിലാവും മീൻ മുറിക്കുന്നത്. ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് മുറിക്കുന്നത്. എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിച്ച് മാറ്റുക. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറമേ ഉള്ള ചെതമ്പലൊക്കെ ഒന്ന് ഇതുപോലെ ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് കത്രിക ഉപയോഗിച്ച് തന്നെ ഞാനതിൻ്റെ വാലും പിന്നെ വായ്ഭാഗവും ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ അതിനുള്ളിലെ വേസ്റ്റ് എല്ലാം ഒന്ന് പുറത്തെടുക്കാം. ഇപ്പോൾ ഞാൻ 3 മീൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരിഞ്ഞു കൊടുക്കണം. ഇതുപോലെ വരിഞ്ഞു കൊടുക്കാം. എല്ലാ മീനും ഇതുപോലെ തന്നെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി മാറ്റി വെക്കാം. ഇനി നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിലും നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ 1 ടീസ്പൂൺ വിനെഗറാണ് എടുത്തിട്ടുള്ളത്. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ എടുത്താലും മതി. എന്നിട്ട് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഓവർ മസാല ഇപ്പോൾ ഞാനിതിലിടുന്നില്ല മീനിൽ തേച്ച് പിടിപ്പിക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മസാലയുടെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേറൊരു മസാലക്കൂട്ട് കൂടി തയ്യാറാക്കി എടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മീനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കാം. 2 സൈഡ് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ ഉൾഭാഗത്തിലൊക്കെ എത്തുന്ന രീതിയിൽ വേണം തേച്ച് പിടിപ്പിക്കാൻ. ഞാനിപ്പോൾ 3 മീനും ഇതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഒന്ന് മീനിൽ മസാല പിടിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. നിങ്ങൾക്ക് 1 മണിക്കൂറൊന്നും ഇതുപോലെ വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റേലൊന്ന് മീനിൽ മസാല പിടിക്കുന്നത് വരെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു മസാല കൂടി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ ഇല്ലി, പിന്നെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം എന്നിവ കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 500 ഗ്രാം ചെറിയ ഉള്ളിയാണ്. മീൻ പൊള്ളിക്കുമ്പോൾ എപ്പോഴും ചെറിയുള്ളി എടുക്കുന്നതാണ് നല്ലത്. സവാള എടുത്താൽ ചെറിയുള്ളിയുടെ അത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ സവാളയ്ക്ക് ഒരു മധുരമാണല്ലോ. ചെറിയുള്ളി എന്ന് വെച്ചാൽ സ്പൈസിയാണ്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 500 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 3 മീനിലേക്ക് കറക്റ്റാണ് കേട്ടോ 500 ഗ്രാം ചെറിയുള്ളി. ഇനി ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 4-5 സവാള എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 തക്കാളിയാണ്. 2 ചെറിയ തക്കാളി ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ മസാല തേച്ച് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ പാത്രമാണ്. അപ്പോൾ നമ്മുടെ 3 മീനും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ 1 മീനോ 2 മീനോ വെച്ച് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് വീതം 2 സൈഡും ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ആകെ 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 80% നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി നമുക്കിനി വാഴയിലയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലേക്ക് മാറ്റാം.
മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി കൂടി ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ചെറിയുള്ളി റെഡി ആയിട്ടുണ്ട്, നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടാറുന്നതിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. നമ്മൾ വാഴയിലയിലാണ് കേട്ടോ മീൻ പൊള്ളിക്കുന്നത്. ഈ വാഴയില കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പറിലോ ഒക്കെ പൊള്ളിക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കരിയാതെ വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 പീസ് വാഴയിലാണ് എടുത്തിട്ടുള്ളത്. 3 ചെറിയ പീസ്, 3 വലിയ പീസും. ചെറിയ പീസ് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള 3 മീനും ഞാനൊരു വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ വലിയ പീസ് അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ചെറിയ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മീനിന് മുകളിലായിട്ട് അതേ മസാല തന്നെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് 1 പീസ് തക്കാളിയും 1 പച്ചമുളകിൻ്റെ പീസും പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് വാഴയിലയുടെ നാര് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് കെട്ടി കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഒരു കത്രിക വെച്ച് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ സൈഡ് കൂടി അതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആവോലി ഞാൻ മസാല വെച്ച് വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മീനും ഞാൻ അതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മീൻ പൊതിഞ്ഞ് വെച്ച വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് വീതം 2 സൈഡും നമുക്കിതൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും വേവിച്ച് കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദാ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 മീൻ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ നാരൊരു കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച ആവോലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് മസാലയോട് കൂടി തന്നെ ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ മസാലയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചെറിയുള്ളിയുടെ ടേസ്റ്റ് പിന്നെ പറയേണ്ടതില്ലല്ലോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഇനിയും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.